താല്പര്യമുണ്ടോ? വളരെയധികം ഇഷ്ടമായി. ഒരുപാട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ടൈമിലാണ് ഒക്കെ. ടൈം എന്ന് പറഞ്ഞാൽ വളരെ ടൈം കീപ്പ് ചെയ്യണ, എല്ലാ കാര്യത്തിലും പ്രോംപ്റ്റ് ആയിട്ട് നല്ല നല്ല പബ്ലിക്കേഷനാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മള് റൈറ്റിംഗ് ഹ്യൂമൺ ആ, പക്ഷെ എഡിറ്റിംഗ് ഡിവൈൻ എന്നല്ലേ പറയാ. അത് കറക്റ്റ് ആയിട്ട് അതിൽ കാണാനുണ്ട്. ഓക്കെ മാം. എനിക്ക് ഒരു നഷ്ടം തോന്നില്ല. ഞാൻ ഒരു വേർഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. വളരെ പോയോ, മീനിങ് ഒക്കെ പോയോ, അങ്ങനെയൊക്കെ ഒരു വിഷമം വരാറ്. ഇവരുടെ ഇത് കണ്ടപ്പോ എന്റെ ഒന്നും പോവാതെ അത് അത്രയും നന്നായി നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വളരെ നല്ല പബ്ലിക്കേഷൻ. ഓക്കെ മാം. അപ്പൊ ഇനി എഴുതാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ബഡ്ഡിംഗ് റൈറ്റേഴ്സിന് മാം കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? അതെന്താന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ ഒരു എഴുതാൻ വേണ്ടി, ഇപ്പൊ ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. എനിക്ക് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ടോപ്പിക് 3 ടൈം ലിമിറ്റിൽ എഴുതണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതുകൊണ്ട് നമ്മള് എഴുതണം തോന്നുമ്പോ തന്നെ എഴുതിയാലാണ് അത് വളരെ നന്നാവുക എന്നാണ് എന്റെ അഭിപ്രായം. എഴുതാൻ വേണ്ടി എഴുതരുത്. അങ്ങനെ ഒരു ഉള്ളിന്നൊരു തോന്നല് വരില്ലേ, ആ സമയത്ത് എഴുതായിരിക്കും നന്നാവുക. അങ്ങനത്തെ ഒരു സർക്കംസ്റ്റൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ മീറ്റിങ്ങിൽ പോയിരിക്കുക, കാണുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എഴുതല് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പോഴാണ് അത് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മാം. അപ്പോ